ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമ്പാലെ ഫിലിംസ് നിർമ്മിച്ച മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ നിർമ്മിച്ച ഇതിഹാസ ആനിമേഷൻ ചിത്രമായ മഹാവതാർ നരസിംഹ മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയും മികച്ച കളക്ഷൻ നേടിയെടുത്ത് ഒരു ആനിമേഷൻ സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടാൻ കഴിയുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ കളക്ഷൻ നേടിയെടുത്താണ് മുന്നോട്ട് പോകുന്നത്. വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 7 കോടി കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച 6 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. 20 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി മാത്രം 13 കോടിയോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. മഹാവതാർ ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചാപ്റ്ററായ മഹാവതാർ നരസിംഹ സംവിധാനം ചെയ്തിട്ടുള്ളത് അശ്വിൻ കുമാറാണ്. ലോകമെമ്പാടുമായി 1000-ഓളം സ്ക്രീനുകളിൽ തിയേറ്ററിലെത്തിയ ഈ ആനിമേഷൻ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിങ്ങനെ 5 ഭാഷകളിലാണ് ഈ സിനിമ പ്രദർശനം തുടരുന്നത്. അതേസമയം ചിത്രത്തിന്റെ ഇംഗ്ലീഷ്, ജാപ്പനീസ്, സ്പാനിഷ്, കൊറിയൻ, റഷ്യൻ എന്നിങ്ങനെ പുതിയ പതിപ്പുകളും ഉടൻ റിലീസ് ചെയ്യും എന്ന വാർത്തയും വന്നിട്ടുണ്ട്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ പവൻ കല്യാൺ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന സിനിമയാണ് ഹരിഹര വീരമല്ലു പാർട്ട് 1. ക്രിസ് ജഗർലമുടി, AM ജ്യോതികൃഷ്ണ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമ ജൂലൈ 24 വ്യാഴാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയത്. ബോബി ഡിയോൾ, നിധി അഗർവാൾ, സത്യരാജ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് ഏകദേശം 67 കോടി റേഞ്ചിലായിരുന്നു. എന്നാൽ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയും മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയും ഈ സിനിമയ്ക്ക് ആകെ 23 കോടി രൂപ മാത്രമേ നേടിയെടുക്കാനായുള്ളൂ. അതായത് 3 ദിവസം കൊണ്ട് 90 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്. 4-ാം ദിവസമായ ആദ്യ ഞായറാഴ്ച കൂടിയായി ഇന്ന് ഈ സിനിമ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഭാഷകളിലെ വിവിധ സിനിമകളിൽ വമ്പൻ തരക്കമായി ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സയാര തന്നെയാണ്. ചിത്രം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 9 ദിവസം കൊണ്ട് 260 കോടി 70 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 326 കോടി 70 ലക്ഷം രൂപയാണ്. അതേസമയം 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിലും മികച്ച കളക്ഷനാണ് നേടിയെടുക്കാനായത്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ 45-50 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1 കോടി 90 ലക്ഷം റേഞ്ചിലാണ് സയാര നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം സയാരയുടെ 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45-50 കോടി റേഞ്ചിലാണ്. അപ്പോൾ ആദ്യ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 375 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവർ പ്രധാന താരങ്ങളെ സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ 25 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മാരീസൻ. കേരളത്തിൽ ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് 45 ലക്ഷം റേഞ്ചിലായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 40 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 85 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 4 കോടി റേഞ്ചിലായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2-2.5 കോടി റേഞ്ചിൽ തന്നെയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 6.5 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 8 കോടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയ് സേതുപതി, നിത്യ മേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി പാണ്ഡ്യരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 25 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് തലൈവൻ തലൈവി. ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 13 കോടി 50 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ തമിഴ്നാട് കളക്ഷനായി മാത്രം 23 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ലോകമെമ്പാടുമായി 1000-ലധികം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായ കൃത്യമായ ഒരു ഫിഗർ പുറത്തു വന്നിട്ടില്ല. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന താരങ്ങളായി പ്രവീൺ നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 17 തിയേറ്ററിലെത്തിയ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK എന്ന സിനിമയുടെ ആദ്യ 11 ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയോടെ പിന്നിടുന്നത്. 11-ാം ദിവസമായ ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20-25 ലക്ഷം റേഞ്ചിലാണ്. ആദ്യ 11 ദിവസം പിന്നിടുമ്പോൾ 5 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കേരള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരമൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 7 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാളികപ്പുറം ടീമിന്റെ ഏറ്റവും പുതിയ സിനിമയായ സുമതി വിളവിന്റെ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ 2 മിനിറ്റ് 12 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിൽ അർജുൻ അശോകൻ, മാളവിക മനോജ്, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ്, സിദ്ധാർത്ഥ ഭരതൻ, ഗോപിക അനിൽ, സജിൻ ഗോപു, ശ്രീജിത്ത് രവി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഗോകുലം മൂവീസാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ജൂലൈ 31 തിയേറ്ററിലെത്തുന്ന തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് കിങ്ഡം. ചിത്രത്തിന്റെ വിവിധ ഭാഷയിലുള്ള ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഗൗതം തിന്നനൂരി തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വിജയ് ദേവരകൊണ്ട, സത്യദേവ്, ഭാഗ്യശ്രീ ബോർസെ എന്നിവരാണ് താരങ്ങൾ. ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്യുന്ന ഒരു കോമഡി ക്രൈം ത്രില്ലർ സിനിമയാണ് സാഹസം. ആഗസ്റ്റ് 8 റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സിനിമയിൽ നരയൻ, ബാബു ആന്റണി, റംസാൻ മുഹമ്മദ്, ഗൗരി ജി കിഷൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 2 മിനിറ്റ് 5 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. നാളെ ജൂലൈ 28 ദുൽഖർ സൽമാന്റെ 42-ാം ജന്മദിനമാണ്. ജന്മദിനത്തോടനുബന്ധിച്ച് പ്രധാനമായും 2 സിനിമകളുടെ ടീസർ നാളെ റിലീസ് ചെയ്യപ്പെടും എന്ന അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. രാവിലെ 11:11 ലോക ഫ്രാഞ്ചൈസിയിലെ ചാന്ദ്ര എന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുന്നത്. നസ്ലിൻ, കല്യാണി പ്രിയദർശൻ എന്നിവരോടൊപ്പം ദുൽഖർ സൽമാനും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. വൈകിട്ട് 3 മണിയുടെ കാന്ത എന്ന തെലുങ്ക് പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ ടീസറും പുറത്തുവരും എന്ന അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.